ഹായ്. ചില ആളുകളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരൊരു റൂമിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് മത്സരിക്കുകയും അവരുടെ ഒരു പ്രസൻസ് എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്കും കഴിയും. അതിന് വേണ്ടുന്ന 5 പവർഫുൾ ടിപ്സ് ആണ് ടീച്ചർമാർ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ള് കാണുക. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്വാഗതം. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ജെനുവിൻ സ്മൈൽ ആൻഡ് ഐ കോണ്ടാക്ട്. നിങ്ങൾ ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് ചിരിക്കുക. നിങ്ങൾ ഒരു ജെനുവിൻ സ്മൈലുള്ള വ്യക്തിയാണെങ്കിൽ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങളൊരു സ്വീകാര്യനായ വ്യക്തിയായി മാറും. സോ ഇന്ന് മുതൽ എപ്പോഴും നല്ലൊരു പുഞ്ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. ആ പുഞ്ചിരി ഉള്ളിൽ നിന്ന് വരണം കേട്ടോ. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ ഉള്ളിൽ നിന്ന് വരട്ടെ. അതുപോലെ ഉള്ളിൽ നിന്ന് വരുന്ന വളരെ ആത്മാർത്ഥതയുള്ള ഒരു സ്മൈല് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സയൻസ് പറയുന്നത് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് ചിരിക്കുന്നവരെ എല്ലാവരും വിശ്വസിക്കും എന്നുള്ളതാണ്. സോ ഇന്ന് മുതൽ ഉള്ളിൽ നിന്നും മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടോക്ക് ലെസ് ലിസൺ മോർ. ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ കയറി സംസാരിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? അവർ പറയുന്നത് സമാധാനത്തോടെ കേൾക്കുക. അപ്പോൾ അവർക്ക് തോന്നും യെസ്. അപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് നല്ല വാല്യൂബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അവർക്ക് തോന്നും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവരെ കേൾക്കാൻ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വളരെ കുറച്ച് സംസാരിക്കുക, കൂടുതലും അവർ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗീവ് ജെനുവിൻ കോംപ്ലിമെന്റ്സ്. ആളുകളെ കാണുമ്പോൾ അയ്യോ നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, എന്തോ ഒന്നും കഴിക്കുന്നില്ലേ, അതേ വല്ല അസുഖമാണോ, ഭയങ്കര തടിച്ചിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ തടിച്ചിട്ടുണ്ട്, നീ ഏത് റേഷൻ കടയാ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആളുകൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരെ കണ്ടാലും ആദ്യം തന്നെ നല്ലൊരു അപ്രീസിയേഷൻ, ഒരു കോംപ്ലിമെന്റ് കൊടുക്കാനായിട്ട് ഇനി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെങ്കിലും കാണുമ്പോൾ നീ കഴിഞ്ഞ ആഴ്ച ചെയ്ത ആ വർക്ക് ഉണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു കേട്ടോ, നിന്റെ ക്യാരക്ടർ, നിന്റെ ഈ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ അല്ലെങ്കിൽ അമേസിംഗ് അല്ലേ. ഇങ്ങനെ ഉള്ളിൽ നിന്ന് നമ്മൾ വെറുതെ കാര്യം സാധിക്കാനായിട്ടുള്ള സോപ്പിംഗ് അല്ല, ശരിക്കും ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് ആളുകളെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലേ. ആരെങ്കിലും നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് അവരോട് ഇച്ചിരി സ്നേഹം കൂടും അല്ലെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആളുകളെ അഭിനന്ദിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ഓഥന്റിക്. ഒരിക്കലും നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആയി മാറാതിരിക്കുക. നമ്മളൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു നന്മയുള്ള വ്യക്തിയായിരിക്കുക. നമ്മുടെ മനസ്സിനകത്ത് അത്രയും നന്മയുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും ആ ഉള്ളിലുള്ള നന്മയായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഫേക്ക് പേഴ്സണാലിറ്റി അവർ. ചില ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ പുറമെ ഭയങ്കര അഭിനയമായിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിറയെ അസൂയയും കുശുമ്പും കുന്നായ്മയും കെടുമ്പും പകയും ഇങ്ങനെയുള്ള നെഗറ്റീവ് പിടിച്ചു വെച്ചിട്ട് നമ്മൾ പറയില്ല ആട്ടിൻതോലണിഞ്ഞ ചെന്നായെന്ന് പറയില്ലേ, ഇതുപോലെ അഭിനയിക്കുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അഭിനയിച്ചാൽ ആ അഭിനയം ഒരു ദിവസം ഈ ആട്ടിൻതോലണിഞ്ഞ ചെന്നായുടെ തോല് പൊളിഞ്ഞു വീണ് ശരിക്കും യഥാർത്ഥ മുഖം എല്ലാവർക്കും മനസ്സിലാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വേറെ ആരുമായിട്ട് ഫേക്ക് ചെയ്യരുത്, വേറൊരു വ്യക്തിയായി മാറാം. നമ്മൾ എന്താണോ, നമ്മളൊരു ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഫിഫ്ത്ത് വൺ ഈസ് സ്പ്രെഡ് പോസിറ്റീവ് എനർജി. അതായത് നമ്മൾ എവിടെ ചെന്ന് നിന്നാലും നല്ല ഉദയ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നല്ല ഹൈ പോസിറ്റീവ് എനർജിയിൽ നിൽക്കണം. ചില ആളുകളെ കണ്ടിട്ടില്ല, അവരെപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കും, ഇവിടെ നിന്നെ കൊണ്ട് പറ്റും, നീ ഇത് ചെയ്യും. ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ മറ്റുള്ളവരോട് പറയുക, മറ്റുള്ളവരുടെ നന്മയെ കണ്ടെത്തി അതിനെ അഭിനന്ദിക്കുക. എപ്പോഴും നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ നല്ല പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടും. അതിന് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ നമ്മുടെ ചിന്തകളെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും നല്ല മനസ്സമാധാനവും ശാന്തിയും ഒക്കെ തരും. അതുപോലെ നല്ല സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ ആ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ടീച്ചർമാർ ഇന്ന് പറഞ്ഞു തന്ന 5 പോയിന്റ്സും നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ലവ് യു ഓൾ.